وكان يقول لا إله إلا الله وكنا ترابا إنك مبعوث الله من الأولين قل إن السلام عليكم ورحمة الله وبركاته.
السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. أما بعد. നാം അഹ്കാമു തജ്വീദിലെ നിയമങ്ങളാണ് കഴിഞ്ഞ 3 ക്ലാസ്സുകളിൽ വിവരിച്ചു കൊണ്ടിരുന്നത്. ഇന്നത്തോടുകൂടി നമ്മുടെ ഈ ക്ലാസ് നാം അവസാനിപ്പിക്കുകയാണ്. അതിനർത്ഥം തജ്വീദ് നിയമങ്ങളെല്ലാം നാം വിവരിച്ചു തീർന്നു എന്നല്ല. ഇനിയും തജ്വീദിൽ കുറേ നിയമങ്ങൾ ബാക്കിയുണ്ട്. അതിൽപ്പെട്ടതാണ് ഹംസത്തുൽ വസ്ലിൻ്റെ നിയമം. അതുപോലെ തന്നെ ഇദ്ഗാമിൽ ഹിജായിയ, അക്ഷരങ്ങളുടെ ഇദ്ഗാമിനെ കുറിച്ചുള്ള നിയമങ്ങൾ. അതുപോലെ തന്നെ മഖാരിജുൽ ഹുറൂഫ്, അക്ഷരങ്ങളുടെ ഉത്ഭവസ്ഥാനങ്ങളെക്കുറിച്ച് വിവരിക്കുന്ന പാഠം. അക്ഷരങ്ങൾ അതിൻ്റെ ഉത്ഭവസ്ഥാനം പരിഗണിച്ചുകൊണ്ട് 8 ഗ്രൂപ്പുകളാക്കി തിരിച്ചിട്ടുണ്ട്. ഓരോ ഗ്രൂപ്പുകൾക്കും ഓരോ പേരുകളുണ്ട്. അങ്ങനെ ചില ഗ്രൂപ്പുകളിൽ ഉള്ള എന്ന് വെച്ചാൽ ചില മഖ്റജുകളിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങൾ അടുത്തടുത്ത് വരുമ്പോൾ അതിലെ ഒരക്ഷരത്തിനെ മറ്റൊരക്ഷരത്തിലേക്ക് ഇദ്ഗാം ചെയ്തുകൊണ്ട് പാരായണം ചെയ്യണം. ഇങ്ങനെയുള്ള കുറേ നിയമങ്ങൾ ബാക്കിയുണ്ട്. പക്ഷേ നമുക്കിവിടെ സമയമില്ല. ജൂൺ 1-ാം തീയതി മുതൽ നാം ഓൺലൈൻ 3rd റൗണ്ട് മത്സരത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അതുകൊണ്ട് പ്രാഥമികമായ സക്കിനായ നൂനിൻ്റെയും തൻവീനിൻ്റെയും സക്കിനായ മീമിൻ്റെയും നിയമങ്ങൾ, തഫ്ഖീം, തർക്കീഖ്, അതുപോലെ തന്നെ മദ്ദിൻ്റെ നിയമങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള നിയമങ്ങളിൽ നാം ഈ ക്ലാസ്സുകൾ പരിമിതപ്പെടുത്തുകയാണ്. അതേസമയം കാറ്റഗറി 2, 3 വിഭാഗത്തിലെ കുട്ടികളോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ നാം ഇവിടെ വിവരിച്ചിട്ടുള്ള അഹ്കാമു തജ്വീദിൽ നിന്ന് മാത്രമേ ചോദിക്കൂ. അഥവാ നാം പാഠമെടുത്തിട്ടില്ലാത്ത വിഷയങ്ങളിൽ നിന്ന് കുട്ടികളോട് ചോദ്യങ്ങൾ ഉണ്ടാകുകയില്ല. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ 3 ക്ലാസ്സുകളിൽ വിവരിച്ച കാര്യങ്ങൾ, അതോടൊപ്പം ഇന്നത്തെ ക്ലാസ്സിൽ നാം വിവരിക്കാൻ പോകുന്ന കാര്യങ്ങൾ, ഇവ നല്ലപോലെ പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളോട് ചോദിക്കുന്ന 3 ചോദ്യങ്ങൾക്കും ഉത്തരം നൽകാനും അങ്ങനെ നിങ്ങൾക്ക് വിലപ്പെട്ട 3 മാർക്കുകൾ സ്കോർ ചെയ്യാനും സാധിക്കും ഇൻഷാ അല്ലാഹു തആല. ഈ മത്സരങ്ങളിൽ എങ്ങനെയാണ് നിങ്ങളോട് ചോദ്യങ്ങൾ ചോദിക്കുക എന്ന് വിവരിക്കുന്ന ഒരു ചെറിയ വീഡിയോ നാം പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് ഇൻഷാ അല്ലാഹു തആല അത് സ്ക്രീൻ ചെയ്തുകൊണ്ട് ഒന്ന് വിവരിക്കുന്നുണ്ട്. എന്നാൽ നിങ്ങൾക്ക് ആ മത്സരത്തിൽ ചോദ്യത്തിന് ഉത്തരം ചെയ്യാൻ അല്പം എളുപ്പമായിരിക്കും ഇൻഷാ അല്ലാഹു തആല. നാം കഴിഞ്ഞ 3 ക്ലാസ്സുകളിൽ വിവരിച്ചത് സാക്കിനായ നൂനിൻ്റെയും തൻവീനിൻ്റെയും സാക്കിനായ മീമിൻ്റെയും നിയമങ്ങൾ നാം വിവരിക്കുകയുണ്ടായി. ഖുർആൻ പാരായണത്തിന് അതിൻ്റെ രാഗം നൽകുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്ന നിയമങ്ങളാണവ. അതുപോലെ തന്നെ ഷദ്ദുൽ നൂനിൻ്റെയും ഷദ്ദുൽ മീമിൻ്റെയും നിയമങ്ങൾ. മറ്റൊന്ന് തഫ്ഖീം, തർക്കീഖ്. അത് റാഇൻ്റെ തഫ്ഖീമും തർക്കീഖുമുണ്ട്. ലഫ്ദുൽ ജലാലത്തിൻ്റെ തഫ്ഖീമും തർക്കീഖുമുണ്ട്. അത് നാം വിശദമായി തന്നെ പഠിക്കുകയുണ്ടായി. പിന്നീട് മദ്ദിൻ്റെ നിയമങ്ങളാണ് കഴിഞ്ഞ ആഴ്ചയിൽ നാം വിവരിച്ചത്. മദ്ദിൻ്റെ നിയമങ്ങളാണ് ഖുർആൻ പാരായണത്തിന് അതിൻ്റെ ഈണവും രാഗവും നൽകുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്നത്. മദ്ദിൻ്റെ നിയമങ്ങളിൽ എത്രത്തോളം പോരായ്മ ഉണ്ടാകുന്നുവോ അത്രത്തോളം നമ്മുടെ ഓത്തിൻ്റെ ഈണം നഷ്ടപ്പെടുകയാണ് ചെയ്യുക. മദ് 7 വിധമാണ് എന്ന് നാം പഠിക്കുകയുണ്ടായി. അതിൽ 6
മദ്ദുകളെക്കുറിച്ച് നാം വിവരിച്ചു കഴിഞ്ഞു. ഒരെണ്ണം മാത്രമാണ് അന്ന് പെൻഡിങ്ങിൽ വെച്ചത്. അതാണ് ഇന്ന് നാം ആദ്യമായി വിവരിക്കാൻ പോകുന്നത്. അത് കഴിഞ്ഞാൽ അലാമാത്തുൽ വഖഫ്. പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ എവിടെയെല്ലാം നിർത്താം, എവിടെയെല്ലാം നിർത്താൻ പാടില്ല, എവിടെ നിർത്തുന്നതാണ് ഉത്തമം, എവിടെ നിർത്താതെ ഓതുന്നതാണ് ഉത്തമം, ഇത്യാദി അലാമാത്തുൽ വഖഫ്, വഖഫിൻ്റെ അടയാളങ്ങളാണ് നമുക്കിന്ന് പഠിക്കാനുള്ള ഒരു പാഠം. നമുക്ക് മദ്ദിൻ്റെ നിയമത്തിൽ ബാക്കി വെച്ച ആ പാഠത്തിലേക്ക് പ്രവേശിക്കാം. സ്ക്രീൻ ഷെയർ പ്ലീസ്. ഇതിൻ്റെ മുമ്പ് മദ്ദിൻ്റെ നിയമങ്ങളിൽ നമ്മൾ മദ്ദുൽ ലാസിം ആണ് ബാക്കിയുള്ളത്. ഓക്കെ, മദ്ദുൽ ലാസിം അതിൻ്റെ തുടക്കത്തിലേക്ക് പോകും. ഓക്കെ, മദ്ദുൽ ലാസിം 2 വിഭാഗം. അതെ, അവിടെ നിന്ന് തുടങ്ങണം. കുറച്ചുകൂടെ മേലോട്ട് പോട്ടെ. അതെ, മദ്ദുൽ ലാസിം നമ്മുടെ 4ാമത്തെ പാഠമാണ് നാം ഇന്ന് എടുക്കാൻ പോകുന്നത്. 4ാമത്തെ പാഠം എന്ന് പറയുമ്പോൾ നാം മദ്ദുകളെ 7 വിഭാഗങ്ങളാക്കി തിരിച്ചു. അതിൽ 1, 2, 3 നാം വിവരിച്ചു. ഇതിന് ശേഷമുള്ള 5, 6 മദ്ദുകളും നാം വിവരിച്ചു കഴിഞ്ഞു. ഇത് നാം പെൻഡിങ്ങിൽ വെച്ചതായിരുന്നു. കാരണം അന്നത്തെ ക്ലാസ്സിൽ അത് പൂർത്തീകരിക്കാൻ സാധിക്കുകയില്ല എന്നതുകൊണ്ട്. നമ്മൾ മദ്ദുകൾ അടിസ്ഥാനപരമായി 2 വിഭാഗമാണെന്ന് പഠിച്ചു. ഒന്ന് തബഴിയായ മദ്, മറ്റൊന്ന് ഗൈറു തബഴിയായ മദ്. അതിന് അസ്ലിയായ മദ് എന്നും ഫറഴിയായ മദ് എന്നും പറയും. അപ്പം ഈ ഗൈറു തബഴിയായ മദ്ദുകളുടെ കൂട്ടത്തിലാണ് ഈ മദ്ദുൽ ലാസിം വരുന്നത്. എന്ന് വെച്ചാൽ അസാധാരണമായി നീട്ടേണ്ട മദ്ദുകളുടെ കൂട്ടത്തിലാണ് ഇത് വരുന്നത്. നമ്മൾ ആദ്യം പറഞ്ഞു, ഗൈറു തബഴിയായ മദ്ദായിത്തീരുന്നത്, അസാധാരണമായി നീട്ടേണ്ട മദ്ദായിത്തീരുന്നത് ഒന്നുകിൽ മദ്ദിൻ്റെ അക്ഷരത്തിന് ശേഷം ഹംസ വരിക, അല്ലെങ്കിൽ മദ്ദിൻ്റെ അക്ഷരത്തിന് ശേഷം സുക്കൂൻ വരിക. അതിൽ ഹംസ വരുന്നത് നമ്മൾ പഠിച്ചു. മുത്തസിൽ, മുൻഫസിൽ എന്നിങ്ങനെ 2 വിഭാഗം മദ്ദുകളെക്കുറിച്ച് നമ്മൾ പഠിച്ചു. അതിൻ്റെ ഉദാഹരണങ്ങളും നാം കണ്ടു കഴിഞ്ഞു. ഇനി മദ്ദിൻ്റെ അക്ഷരത്തിന് ശേഷം സുക്കൂൻ വരുന്ന മദ്ദാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. അങ്ങനെ മദ്ദിൻ്റെ അക്ഷരങ്ങൾക്ക് ശേഷം സുക്കൂൻ വരുന്ന മദ്ദുകൾക്കാണ് മദ്ദുൽ ലാസിം എന്ന് പറയുക. മദ്ദിൻ്റെ അക്ഷരങ്ങൾ എന്നാൽ അലിഫ്, വാവ്, യാ, ഈ 3 അക്ഷരങ്ങളാണ് എന്ന് നാം നേരത്തെ പഠിച്ചു കഴിഞ്ഞിട്ടുള്ളതാണ്. ഈ മദ്ദുൽ ലാസിം തന്നെ 2 വിഭാഗമുണ്ട്. ഒന്ന് മദ്ദുൽ ലാസിം ഹർഫി, എന്ന് വെച്ചാൽ അക്ഷരങ്ങളിൽ വരുന്ന മദ്ദുൽ ലാസിം. മറ്റൊന്ന് മദ്ദുൽ ലാസിം അൽ കലിമി, വാക്കുകളിൽ വരുന്ന മദ്ദുൽ ലാസിം. ആദ്യമായി നമുക്ക് വാക്കുകളിൽ വരുന്ന മദ്ദുൽ ലാസിം കലിമിയെക്കുറിച്ച് പഠിക്കാം. ഇവിടെ ഒരു ഉദാഹരണം നൽകിയിരിക്കുന്നു. ഒന്നല്ല 3 ഉദാഹരണങ്ങൾ ആ പെട്ടിക്കോളത്തിൽ. ഒന്ന് വലദ്ദാലീൻ, 2 ഇലല്ലദീ ഹജ്ജ, 3 കുല്ല ദാബത്തിൻ. ഓക്കെ, ഇവിടെ വലദ്ദാ മദ്ദിൻ്റെ അക്ഷരമായ അലിഫ് വന്നു. സൂറത്തുൽ ഫാത്തിഹയിൽ നമ്മൾ ഒരു ദിവസം നിർബന്ധമായും 17 പ്രാവശ്യം പാരായണം ചെയ്യേണ്ട ആയത്താകുന്നു ഇത്. ആ മദ്ദിൻ്റെ അക്ഷരത്തിന് ശേഷം അവിടെ ആ ലാമിന് സുക്കൂൻ ഉണ്ട്. പക്ഷേ സുക്കൂൻ നോക്കിയാൽ കാണുകയില്ല. കാരണം അവിടെ 2 ലാമുണ്ട് ശരിക്ക്. ഒന്ന് സുക്കൂനുള്ളൊരു ലാമ്, ഒന്ന് ഹർക്കത്തുള്ള ലാം. ഈ സുക്കൂനുള്ള ലാമിനെ ഹർക്കത്തുള്ള ലാമിലേക്ക് ഇദ്ഗാം ചെയ്തിരിക്കുകയാണ്. അത് നാം പഠിക്കാൻ ബാക്കി വെച്ചിട്ടുള്ള ഇദ്ഗാമുൽ ഹിജാഇയ എന്ന പാഠത്തിലാണത് വരിക. ഇങ്ങനെ ഒരക്ഷരത്തിന് സുക്കൂൻ വരികയും അതേ അക്ഷരം അതിന് ശേഷം അതേ അക്ഷരത്തിന് ഹർക്കത്ത് വരികയും ചെയ്യുമ്പോൾ സുക്കൂനുള്ള അക്ഷരത്തെ 2ാമത്തെ അക്ഷരത്തിലേക്ക് ഇദ്ഗാം ചെയ്യും. ഇദ്ഗാമുൽ മുതമാസിലൈനി എന്ന് പറയും. അപ്പോൾ അവിടെ
രണ്ടാമത്തെ ലാമിന് ഷെദ് വന്നിരിക്കുകയാണ്. അപ്പൊ മദ്ദിന്റെ അക്ഷരത്തിന് ശേഷം അവിടെ സുക്കൂൻ വന്നിട്ടുണ്ട് എന്ന് ചുരുക്കം. ഇങ്ങനെ മദ്ദിന്റെ അക്ഷരത്തിന് ശേഷം സുക്കൂൻ വരുമ്പോൾ അത് 6 ഹർക്കത്ത് നീട്ടണം. ഇതിനാണ് മദ്ദുൽ ലാസിം എന്ന് പറയുക. ഖുർആനിൽ ഏറ്റവും കൂടുതൽ നീട്ടേണ്ട മദ്ദാകുന്നു മദ്ദുൽ ലാസിം. ഇവിടെ നമ്മൾ പാരായണം ചെയ്യേണ്ടത് ഗൈരിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാ 6 ഹർക്കത്ത് നീട്ടിക്കൊണ്ട് പാരായണം ചെയ്യണം. രണ്ടാമത്തെ ഉദാഹരണം സൂറത്തുൽ ബഖറയിലെ ഒരു ആയത്തിന്റെ ഭാഗമാണ്. അലം തറ ഇലല്ലദീ ഹജ്ജ ഇബ്രാഹീമ ഫീ റബ്ബിഹി ഹജ്ജ. അവിടെ മദ്ദിന്റെ അക്ഷരമായ അലിഫിന് ശേഷം അവിടെ സുക്കൂൻ വന്നിട്ടുണ്ട്. സുക്കൂനുള്ള ജീമിനെ ഹറക്കത്തുള്ള ജീമിലേക്ക് ഇദ്ഗാം ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ടാണ് അവിടെ ഷദ് വന്നത്. അലം തറ ഇലല്ലദീ ഹജ്ജ ഇബ്രാഹീമ ഫീ റബ്ബിഹി. മൂന്നാമത്തേത് കുല്ല ദാബത്തിൻ كل دابة ദാബ ഇങ്ങനെയാണ് അവിടെ ശരിക്ക് ഉള്ളത്. അതുകൊണ്ട് തന്നെ അവിടെ മദ്ദിന്റെ അക്ഷരത്തിന് ശേഷം സുക്കൂൻ വന്നിരിക്കുന്നു. ഇത്തരം മദ്ദുകൾക്ക് 6 ഹർക്കത്ത് ദൈർഘ്യം കൊടുത്തുകൊണ്ടാണ് പാരായണം ചെയ്യേണ്ടത്. ഇനി മദ്ദുൽ ലാസിം കലിമി, വാക്കുകളിൽ വരുന്ന മദ്ദുൽ ലാസിമിനെ കുറിച്ചാണ് നാം പറഞ്ഞത്. അത് തന്നെ രണ്ടാക്കി തിരിക്കും. ഒന്ന് മദ്ദുൽ ലാസിം അൽ കലിമി അൽ മുസഖൽ എന്ന് വെച്ചാൽ ഷദ് വരുന്ന മദ്. ഇപ്പൊ ഈ 3 അങ്ങനെയാണ്. ഇവിടെ 3ലും ഷദ് വരുന്നുണ്ട്. എന്നാൽ മദ്ദുൽ ലാസിം അൽ കലിമി മുഖഫഫ്, ഷദ് വരാത്ത. മുഖഫഫ് എന്നാൽ നേരിയത് എന്നാണ് അതിൻ്റെ അർത്ഥം. മുസക്കൽ എന്നാൽ ഭാരമുള്ളത്. ഇവിടെ ഭാരമുള്ളത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടുത്തെ ഷദ്ദാണ്. എന്നാൽ ഷദ്ദില്ലാതെയും മദ്ദുൽ ലാസിം അൽ കലിമി വരുന്നുണ്ട്. അതിൻ്റെ ഉദാഹരണം നമ്മൾ പിന്നീട് കാണും ഇൻഷാ അല്ലാഹു തആല. ഇനി ഒരു മിനിറ്റ് അതും കൂടെ വിവരിച്ച ശേഷം അടുത്ത രണ്ടാമത്തെ മദ്ദുൽ ലാസിം അൽ ഹർഫിയിലേക്ക് പോവുകയാണ് എളുപ്പം. അടുത്ത സ്ലൈഡ്. അടുത്തത് ഓക്കെ. ഇതിൽ മദ്ദുൽ ലാസിം അൽ കലിമി ഹർഫി വന്നിട്ടില്ല. ഒന്നുകൂടെ മേലോട്ട് പോയാട്ടെ, നോക്കട്ടെ. ഓക്കെ, അടുത്തത് മേലോട്ട് ഒന്നും കൂടെ. ഓക്കെ, ഇവിടെ റൈറ്റ് സൈഡിൽ വന്നിട്ടുണ്ടത്. ഓക്കെ, റൈറ്റ് സൈഡിലെ പെട്ടിക്കോളത്തിൽ നോക്കുക. ഇവിടെ സൂറത്ത് യൂനുസ് 51-ാമത്തെ ആയത്തിൽ, ആൽ ആന, അവിടെ വാക്കിൽ മദ്ദുൽ ലാസിം വന്നിട്ടുണ്ട്. ആകെ പരിശുദ്ധ ഖുർആനിൽ മദ്ദുൽ ലാസിം അൽ കലിമി മുഖഫഫ് അഥവാ ഷദ്ദില്ലാത്തതായ മദ്ദുൽ ലാസിം ഈ 2 മാത്രമേ വന്നിട്ടുള്ളൂ. മുഖഫഫായത് 2. അതിലൊന്നാണ് ഈ കാണുന്നത് 51-ാമത്തെ ആയത്ത് സൂറത്ത് യൂനുസ്. അടുത്തത് സൂറത്ത് യൂനുസിൽ തന്നെ ആയത്ത് നമ്പർ 91-ലും വന്നിട്ടുണ്ട്. സൂറത്ത് യൂനുസിൽ തന്നെയാണ് 2ഉം വന്നിട്ടുള്ളത്. 51-ൽ 1, 91-ൽ 1.
ഈ 91-ൽ വന്നത് ആദ്യമായി ഇവിടെ സ്ലൈഡിൽ കാണിച്ചിട്ടില്ല. ഞാനൊന്ന് പാരായണം ചെയ്യാം. കുട്ടികൾക്ക് ഈ ആയത്ത് നമ്പർ നോട്ട് ചെയ്യാവുന്നതാണ്. സൂറത്ത് യൂനുസ് 91-ാമത്തെ ആയത്ത്. الآن وقد عصيت قبل وكنت من المفسدين الآن وقد عصيت قبل وكنت من المفسدين. അവിടെ ആന മദ്ദിന്റെ അക്ഷരമായ അലിഫിന് ശേഷം അവിടെ ലാമിന് സുക്കൂൻ വന്നിരിക്കുന്നു. ഇവിടെ മദ്ദുൽ ലാസിമാകുന്നു, പക്ഷേ മദ്ദുൽ ലാസിം അൽ കലിമി മുഖഫഫ് ഷദ് വരാത്തത്. ഇതേ വാക്ക് തന്നെയാണ് സൂറത്ത് യൂനുസ് 51-ൽ ആവർത്തിക്കപ്പെട്ടിട്ടുള്ളത്. الآن وقد كنتم به تستعجلون الآن وقد كنتم به تستعجلون. അപ്പൊ പരിശുദ്ധ ഖുർആനിൽ ആകെ 2 മദ്ദുൽ ലാസിം അൽ കലിമി മുഖഫഫ് അഥവാ ഷദ് വരാത്ത മദ്ദുകളെ വന്നിട്ടുള്ളൂ, മദ്ദുൽ ലാസിമേ വന്നിട്ടുള്ളൂ. അത് രണ്ടും സൂറത്ത് യൂനുസിലാണ്. ഒന്ന് 51-ാമത്തെ ആയത്തിലാണ്, മറ്റൊന്ന് 91-ാമത്തെ ആയത്തിലാണ്. രണ്ടിലും ഒരേ വാക്ക് ആവർത്തിച്ചു വന്നിരിക്കുകയാണ്. എന്നാൽ മദ്ദുൽ ലാസിം അൽ കലിമി മുസഖൽ വാക്കുകളിൽ വരുന്ന ഷദ്ദുള്ള മദ്ദുൽ ലാസിം അനേകം വന്നിട്ടുണ്ട്. അതിൽ സൂറത്തുൽ ഫാത്തിഹയിൽ നിന്ന് തുടങ്ങുന്നു, പിന്നീട് ഒരുപാട് സൂറത്തുകളിലുണ്ട്. സൂറത്ത് അവസാനത്തെ 30-ാമത്തെ ജുസ്ഇൽ തന്നെ സൂറത്തു നാസിയാത്തിൽ നമുക്ക് കാണാം. ഫഇദാ ജാഅത്തി ത്വാമത്തുൽ കുബ്റ, അത് തന്നെ സൂറത്ത് അബസയിൽ കാണാൻ സാധിക്കും. ഫഇദാ ജാഅത്തി സ്സാഖ, നൂറുകണക്കിന് മദ്ദുൽ ലാസിം കലിമി മുസഖൽ പരിശുദ്ധ ഖുർആനിൽ വന്നിട്ടുണ്ട്. അവിടെയൊക്കെ ഒരു 6 ഹർക്കത്ത് വീതം നീട്ടിക്കൊണ്ട് പാരായണം ചെയ്യുക. അത് 6 ഹർക്കത്ത് നീട്ടൽ നിർബന്ധമാണ് താനും, മുത്തസിൽ പോലെ. ഇനി ഇപ്പോൾ നമ്മൾ മദ്ദുൽ ലാസിമിനെ 2 വിഭാഗമാക്കി. ഒന്ന് ഹർഫി, ഒന്ന് കലിമി. കലിമി എന്ന് പറയുമ്പോൾ വാക്കുകളിൽ വരുന്നത്, അത് തന്നെ 2ആക്കി തിരിച്ചു. ഒന്ന് മുസഖൽ, ഒന്ന് മുഖഫഫ്. രണ്ടിൻ്റെയും ഉദാഹരണങ്ങൾ നാം കണ്ടു കഴിഞ്ഞു. ഇനി നമ്മൾ മദ്ദുൽ ലാസിം 2ാമത്തെ വിഭാഗമായ മദ്ദുൽ ലാസിം ഹർഫി അൽ ഹർഫി, അക്ഷരങ്ങളിൽ വരുന്ന മദ്ദുൽ ലാസിമാണ് പഠിക്കാൻ പോകുന്നത്. അക്ഷരങ്ങളിൽ വരുന്ന മദ്ദുൽ ലാസിം പരിശുദ്ധ ഖുർആനിലെ സൂറത്തുകളുടെ തുടക്കത്തിൽ മാത്രമേ വരൂ. പരിശുദ്ധ ഖുർആനിലെ 29 സൂറത്തുകൾ ആരംഭിക്കുന്നത് കേവലമായ അക്ഷരങ്ങളിലൂടെയാണ്. ഹുറൂഫുൽ മുഖത്തഅ എന്ന് പറയും. 29 സൂറത്തുകൾ ഹുറൂഫുൽ മുഖത്തഅയിലൂടെ തുടങ്ങുന്നുണ്ടെങ്കിലും ആകെ കൂടി 14 അക്ഷരങ്ങളാണ് അവയിൽ വന്നിട്ടുള്ളത്. ബാക്കിയൊക്കെ ആവർത്തനങ്ങളാണ് എന്ന് ചുരുക്കം. ആ 14 അക്ഷരങ്ങൾ നമുക്ക് കാണാം. ഒന്ന് അടുത്ത സ്ലൈഡ് ഇവിടെ കാണുക. ഈ 14 അക്ഷരങ്ങളാണ് മദ്ദുൽ ഹുറൂഫുൽ മുഖത്തഅ, കേവലമായ അക്ഷരങ്ങളിലൂടെ 29 സൂറത്തുകൾ ആരംഭിക്കുന്നത് ഈ 14 അക്ഷരങ്ങളിലൂടെയാണ്. ഈ 14 അക്ഷരങ്ങളിലും മദ്ദുൽ ലാസിം വരുന്നില്ല. ഈ 14 അക്ഷരങ്ങൾ ഓർക്കാൻ സൗകര്യത്തിന് ഒരു വാക്കാക്കിയിരിക്കുന്നു ബ്രാക്കറ്റിൽ. നസ്സ ഹകീമുൻ ഖതഅ ലഹു സിർ. 14 അക്ഷരങ്ങൾ. ഈ 14 അക്ഷരങ്ങളിൽ 8 അക്ഷരങ്ങളിൽ മാത്രമാണ് മദ്ദുൽ ലാസിം വരിക. ആ റൈറ്റ് സൈഡിൽ കാണിച്ചിരിക്കുന്നു. നൂന്, ഖാഫ്, സ്വാദ്, ഐന്, സീന്, ലാമ്, കാഫ്, മീം. ഈ 8 അക്ഷരങ്ങളിൽ മാത്രമാണ് മദ്ദുൽ ലാസിം വരിക. അത് ഓർക്കാൻ സൗകര്യത്തിന് ഒരു വാക്കാക്കിയിട്ടുണ്ട്. നഖസ അസലുക്കും.
ഇനി ഇടത് ഭാഗത്ത് കാണിക്കുന്ന 5 അക്ഷരങ്ങൾ, അതിൽ മദ്ദു ലാസിം വരികയില്ല, എന്നാൽ തബഴിയായ മദ്ദ് വരും. അവിടെ ഹ, യ, ത്വ, ഹ, റ എന്നീ അക്ഷരങ്ങൾ. ഈ 5 അക്ഷരങ്ങൾ ഹുറൂഫുൽ മുഖത്താഴയിൽ വരുമ്പോൾ, അഥവാ 29 സൂറത്തുകളുടെ തുടക്കത്തിൽ വരുമ്പോൾ അവക്ക് മദ് ഉണ്ടാകും, പക്ഷെ മദ്ദുൽ ലാസിം ആയിരിക്കുകയില്ല. തബഴിയായ മദ് 2 ഹർക്കത്ത് നീട്ടേണ്ട മദ്ദാണാകുക. ആ 5 അക്ഷരങ്ങളും ഓർക്കാൻ സൗകര്യത്തിന് ഒരു വാക്കാക്കിയിട്ടുണ്ട്: ഹൈ തുഹർ, ഹൈ തുഹർ. ഇപ്പോൾ 8ഉം 5ഉം 13ആയി. ഇനി ഒരക്ഷരം അലിഫാണ്, അതിന് മദ്ദില്ല. ഹുറൂഫുൽ മുഖത്തഅയിൽ വരുന്ന 14 അക്ഷരങ്ങളിൽ അലിഫിന് മദ്ദില്ല. അതേസമയത്ത് ഇടത് ഭാഗത്തുനിന്ന് കാണിക്കുന്ന 5 അക്ഷരങ്ങൾക്ക് തബഴിയായ മദ്ദുണ്ട്, 2 ഹർക്കത്താണ് നീട്ടേണ്ടത്. വലത് ഭാഗത്തുള്ള 8 അക്ഷരങ്ങൾക്ക് മദ്ദുൽ ലാസിം വരും. അതാണ് ഇപ്പോൾ നാം പഠിക്കാൻ പോകുന്നത്. ഇനി ഉദാഹരണം, വീണ്ടും തിരിച്ചു പോവുക. ഓക്കെ, ഇവിടെ ആ പെട്ടിക്കോളത്തിൽ നൽകിയ ഉദാഹരണങ്ങൾ കാണുക. ഒന്ന് സൂറത്തുൽ ബഖറ, അതുപോലെ തന്നെ വേറെയും ചില സൂറത്തുകൾ ആരംഭിക്കുന്ന അലിഫ് ലാം മീം. അലിഫ് ലാം അലിഫ് ലാം കണ്ടോ, അവിടെ അലിഫ് വന്നു, മദ്ദില്ല. അതേസമയത്ത് ലാമും മീമും മദ്ദുൽ ലാസിം വരുന്നവയാണ്. അവ 4 ഹർക്കത്ത് നീട്ടിക്കൊണ്ട്, 6 ഹർക്കത്ത് നീട്ടിക്കൊണ്ട് പാരായണം ചെയ്യണം. അടുത്തത് ത്വാസി. അവിടെ ത്വാ മദ് 2 ഹർക്കത്ത് മാത്രം മദ്ദുള്ളവയാണ്, എന്നാൽ സീനും മീമും മദ്ദുൽ ലാസിം വരുന്നവയാണ്. ത്വാസി ത്വാസി കണ്ട, സീനും മീമും 6 ഹർക്കത്ത് വീതം നീട്ടിക്കൊണ്ട് പാരായണം ചെയ്യണം. ഇനി അവിടെ സൂറത്ത് യാസീനിലെ തുടക്കത്തിലുള്ള 2 ഹുറൂഫുൽ മുഖത്താഴ വന്നിരിക്കുന്നു. അതിൽ യാ 2 ഹർക്കത്തെ നീട്ടു, മദ്ദുൽ ലാസിം ഇല്ലാത്ത 5 അക്ഷരങ്ങളിൽ പെട്ടതാണ്. യാസീൻ, യാസീൻ. ഇനി ഓരോ അക്ഷരങ്ങൾ മാത്രമുള്ളവ. സ്വാദ്, നൂൻ, നൂൻ. ഇനി ഈ മദ്ദുൽ ലാസിം അൽ ഹർഫിയും നേരത്തെ നമ്മൾ വാക്കുകളിലെ മദ്ദുൽ ലാസിം 2ആക്കി തിരിച്ചതുപോലെ, മുസക്കലും മുഖഫഫുമാക്കിയതുപോലെ, ഈ മദ്ദുൽ ലാസിം ഹർഫിയിലും മുസക്കലുമുണ്ട്, മുഖഫഫുണ്ട്. അഥവാ ഷദ് വരുന്നവയുണ്ട്, ഷദ് വരാത്തവയുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോൾ കുട്ടികൾ പേടിക്കേണ്ടതില്ല. കാരണം നിങ്ങളോട് മത്സര സമയത്ത് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മദ്ദുൽ ലാസിം ഹർഫിയാണോ, കെലിമിയാണോ, മുസക്കലാണോ, മുഖഫഫാണോ, ഇതൊന്നും പറയേണ്ടതില്ല. ഹർഫി വന്നാലും കെലിമി വന്നാലും മുസക്കൽ വന്നാലും മുഖഫഫ് വന്നാലും നിങ്ങൾ മദ്ദുൽ ലാസിം എന്ന് മാത്രം പറഞ്ഞാൽ മതി. മദ്ദുൽ ലാസിം എന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മാർക്ക് ലഭിക്കും. അതുകൊണ്ട് ഇതെല്ലാം കൂടെ കേട്ടിട്ട് പേടിക്കേണ്ട കാര്യമില്ല. ഇതൊക്കെ സാധാരണ തജ്വീദ് ക്ലാസ്സുകളിൽ വിഷയീഭവിക്കുകയോ വിവരിക്കുകയോ ചെയ്യുന്നതല്ല ഈ വിശദാംശങ്ങളൊന്നും. പക്ഷെ നാം ഒരു സ്റ്റേറ്റ് ലെവൽ മത്സരത്തിൻ്റെ തജ്വീദ് ക്ലാസ് എടുക്കുമ്പോൾ അത് എടുക്കുന്നത് അത്യാവശ്യം വിശദമായി തന്നെ എടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾ മദ്ദുൽ ലാസിം എന്ന് മാത്രം പറഞ്ഞാൽ, ഇപ്പോൾ അവിടെ വലദ്ദാലീൻ എന്നിടത്താണ് ചോദിക്കുന്നതെങ്കിൽ മദ്ദുൽ ലാസിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്ക് ലഭിക്കും. അതേസമയത്ത് നിങ്ങൾ ഈ അവസരം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അതിൻ്റെ വിശദാംശങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഈ ഹർഫിയിലും ഉണ്ട് മുസക്കലും മുഖഫഫും, ഷദ് വരുന്നതും ഷദ് വരാത്തതും.
ഇപ്പൊ ഷദ് വരാത്തതിന്റെ ഉദാഹരണമാണ് യാസീൻ സ്വാദ് നൂൻ. അതിൽ ഷദ് വരുന്നില്ല. അതുകൊണ്ട് ഇത് മദ്ദുൽ ലാസിം ഹർഫി മുഖഫഫാണ്. എന്നാൽ അലിഫ് ലാം ഇവിടെ മീമ് മുസക്കലാണ്, കാരണം അവിടെ ഷദ് വരുന്നുണ്ട്. ലാം മുഖഫഫാണ്. അതുപോലെ തന്നെ ത്വാസീൻ, ഇവിടെയും സീൻ മുഖഫഫാണ്, മീമ് മദ്ദുൽ ലാസിം ഹർഫി മുസക്കലാകുന്നു. അപ്പോൾ വാക്കുകളിലും ഷദ് വരുന്നവയുണ്ട്, ഷദ് വരാത്തവയുണ്ട്. ഹർഫുകളിലുള്ള മദ്ദുകളിലും മദ്ദുൽ ലാസിമുകളിലും ഷദ് വരുന്നതും വരാത്തവയും ഉണ്ട്. ഇപ്പോൾ നാം മദ്ദുൽ ലാസിം ഹർഫി അതിൻ്റെ വിവരണങ്ങളോടുകൂടി പഠിച്ചു കഴിഞ്ഞു. അടുത്ത സ്ലൈഡ്. ഇത് വിവരിച്ചു കഴിഞ്ഞതാണ്. അടുത്തത് ഓക്കെ. ഇതോടുകൂടി മദ്ദിന്റെ നിയമങ്ങൾ നാം പൂർത്തീകരിച്ചിരിക്കുകയാണ്. മദ്ദിന്റെ അവസാനത്തെ നിയമം നാം വിവരിച്ച അവസാനത്തെ. ഇവിടെ മദ്ദുൽ ആരിദുൽ സുക്കൂൻ മദ്ദുൽ ലാസിമിന് ശേഷം വരുന്ന പാഠമാണ്. ഇത് നാം കഴിഞ്ഞ ആഴ്ച വിവരിച്ചതാണ്. മദ്ദുൽ ലാസിം എന്നാൽ മദ്ദിന്റെ അക്ഷരത്തിന് ശേഷം റിയലി സുക്കൂൻ വരുന്നതാണ്. എന്നാൽ മദ്ദുൽ ആരിദുൽ സുക്കൂൻ എന്നാൽ മദ്ദിന്റെ അക്ഷരത്തിന് ശേഷം അവിടെ യഥാർത്ഥത്തിൽ സുക്കൂൻ ഇല്ല, പക്ഷെ അവിടെ വഖഫ് ചെയ്യുക മുഖേന സുക്കൂൻ ഉണ്ടാകുന്നു. അപ്പോൾ ഫലത്തിൽ മദ്ദിന്റെ അക്ഷരത്തിന് ശേഷം സുക്കൂൻ ഉണ്ടാകുന്നു എന്നർത്ഥം. ഇതും 6 ഹർക്കത്ത് നീട്ടാവുന്നതാണ്, പക്ഷെ നിർബന്ധമല്ല. ഒരു 4 ഹർക്കത്ത് നീട്ടിക്കൊണ്ടാണ് നാം പാരായണം ചെയ്യുക. അത് നാം കഴിഞ്ഞ ആഴ്ച അതിൻ്റെ എക്സാമ്പിൾ സഹിതം വിവരിച്ചു കഴിഞ്ഞതാണ്. അത് വീണ്ടും ആവർത്തിക്കേണ്ടതില്ല. ആയത്ത് അവസാനിക്കുന്നിടത്ത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ വഖഫ് ചെയ്യുമ്പോഴാണ് മദ് ആരിദായി തീരുക. അപ്പം നിങ്ങളോട് ഇവിടെ ചോദ്യം അവസാനത്തിലുള്ള മദ് ഏത് എന്ന് ചോദിച്ചാൽ മദ്ദുൽ ആരിദുൽ സുക്കൂൻ എന്നാണ് പറയേണ്ടത്. ആരിദ് എന്ന് പറഞ്ഞാലും മാർക്ക് ലഭിക്കും. അതേസമയത്ത് ഇവിടെ ചേർത്തി ഓതുമ്പോൾ തബഴിയായ മദ്ദായിരിക്കും, 2 ഹർക്കത്തെ നീട്ടു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. ആദ്യത്തെ 2 ആയത്തും 2 ഹർക്കത്തെ നീട്ടിയുള്ളൂ, കാരണം അവിടെ വഖഫ് ചെയ്യുന്നില്ല. അപ്പോൾ അത് 2 ഹർക്കത്ത് നീട്ടേണ്ട തബഴിയായ മദ് മാത്രമാണ്. വഖഫ് ചെയ്യുമ്പോഴാണ് അത് ആരിൽ സുക്കൂനാകുന്നത്, അഥവാ മദ്ദിന്റെ അക്ഷരത്തിന് ശേഷം സുക്കൂൻ വരുന്നത്. ഓക്കെ. അടുത്തത് മദ്ദുൽ ഇവദ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞ ആഴ്ച. തൻവീനും ബിൽ ഫത്ഹിന്മേൽ വഖഫ് ചെയ്യുമ്പോൾ ആ തൻവീനിന് പകരം 2 ഹർക്കത്ത് നീട്ടും. ഇതാണ് ഇവദ്. അടുത്തത് 7-മത്തേത് മദ്ദുല്ലീൻ. ഇതും നാം ഉദാഹരണ സഹിതം വിവരിച്ചതാണ്. വാവ് യാ എന്നീ അക്ഷരങ്ങൾക്ക് സുക്കൂൻ വരികയും അതിൻ്റെ മുൻപുള്ള അക്ഷരത്തിന് ഫത്ഹാവുകയും ഈ വാവ് യാ എന്നീ അക്ഷരത്തിന് ശേഷം നാം വഖഫ് ചെയ്യുകയും ചെയ്യുമ്പോൾ ഒരു അഡീഷണൽ മദ്ദുണ്ടാകും. അതാകുന്നു മദ്ദുല്ലീൻ. സൂറത്ത് ഖുറൈശിലെ എല്ലാ ആയത്തും അവസാനിക്കുന്നത് മദ്ദുല്ലീനോട് കൂടിയാണ്. ഉദാഹരണ സഹിതം കഴിഞ്ഞ ആഴ്ച നാം വിവരിച്ച് കഴിഞ്ഞതാണ്. അടുത്തത് ഇതോടുകൂടി നാം എല്ലാ മദ്ദുകളും 7 ഇനങ്ങളും പഠിച്ചു കഴിഞ്ഞു. ഇനി മത്സരത്തിൽ നിങ്ങളോട് ചോദിക്കുമ്പോൾ ആ മദ്ദിൻ്റെ പേര് പറഞ്ഞാൽ നിങ്ങൾക്ക് വിലപ്പെട്ട ആ മാർക്ക് കരസ്ഥമാക്കാൻ സാധിക്കും. ഇനി നമ്മുടെ ഈ ക്ലാസ്സിൽ അവസാനമായി വിവരിക്കാനുള്ളത് അലാമാത്തുൽ വഖഫ്, വഖഫിൻ്റെ അടയാളങ്ങളാണ്. ഓക്കെ, അതിലേക്ക് കിടക്കാം. അടുത്ത സ്ലൈഡ്. ഓക്കെ, അലാമാത്തുൽ വഖഫ്, വഖഫിൻ്റെ അടയാളങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത്, നമുക്കറിയാം പരിശുദ്ധ ഖുർആൻ അങ്ങേയറ്റത്തെ
അർത്ഥസമ്പുഷ്ടമായ വളരെ ആഴങ്ങളിലുള്ള ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന വേദഗ്രന്ഥമാകുന്നു. അതുകൊണ്ട് തന്നെ അത് പാരായണം ചെയ്യുമ്പോൾ പാരായണം ചെയ്യുന്ന ആൾക്കും ശ്രോതാക്കൾക്കുമൊക്കെ അതിൻ്റെ അർത്ഥവും ആശയവും ശരിയായി ഗ്രഹിക്കുന്നതിന് വേണ്ടിയാകുന്നു ഈ വഖഫിൻ്റെ അടയാളങ്ങൾ നൽകിയിട്ടുള്ളത്. ഈ വഖഫിൻ്റെ അടയാളങ്ങളുടെ അഭാവത്തിൽ ഭാഷാ പരിജ്ഞാനമില്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം അവർ എവിടെയെങ്കിലുമൊക്കെ വഖഫ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എവിടെ നിന്നെങ്കിലും എടുത്തോതുമ്പോൾ ഒന്നുകിൽ അർത്ഥഭംഗം സംഭവിക്കും, അല്ലെങ്കിൽ അർത്ഥലോഭം സംഭവിക്കും, അതല്ലെങ്കിൽ വിപരീതാർത്ഥം സംഭവിക്കും. ഇങ്ങനെയൊന്നും സംഭവിക്കാതെ പരിശുദ്ധ ഖുർആനിൻ്റെ ആശയം യഥാവിധി വ്യക്തമാകുന്ന രൂപത്തിൽ പാരായണം ചെയ്യുന്നതിന് വേണ്ടിയാണ് പരിശുദ്ധ ഖുർആനിൽ ഈ അടയാളങ്ങൾ നൽകിയിട്ടുള്ളത്. ഖുർആൻ അവതരിക്കുന്ന ഘട്ടത്തിൽ ഇതൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് നമുക്കറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ മുസ്ഹഫേ ഉണ്ടായിരുന്നില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിലാണ് ആദ്യമായി പരിശുദ്ധ ഖുർആൻ മുസ്ഹഫ് രൂപത്തിൽ ഒരു ഗ്രന്ഥത്തിൽ ക്രോഡീകരിക്കുന്നത്. അത് തന്നെ ഒരേ ഒരു മുസ്ഹഫ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സഹാബത്ത് കേട്ടുകൊണ്ടാണ് ഖുർആൻ ഹിഫ്ലാക്കിയത്. സഹാബത്തിൽ നിന്ന് പാരായണം ചെയ്യുന്നത് കേട്ടുകൊണ്ടാണ് താബിയുകൾ ഖുർആൻ പഠിച്ചത്. മുസാഫിൽ നോക്കിയിട്ടായിരുന്നില്ല. അന്ന് മുസാഫേ ഇല്ല. ഉള്ള മുസാഫിൽ ഈ അലാമാത്തുൽ വഖഫുകളോ എന്തിനേറെ പറയുന്നു ഫത്ഹോ കിസ്റോ ലൊമ്മോ പുള്ളിയോ കുത്തോ ഒന്നും ഉണ്ടായിരുന്നില്ല. അതൊന്നുമില്ലാത്ത മുസാഫാണ് അക്കാലത്തുണ്ടായിരുന്നത്. അതൊക്കെ പിന്നീട് അറബികളല്ലാത്ത വലിയ വലിയ വിപുലമായ പ്രദേശങ്ങളിലേക്ക് ഇസ്ലാം പ്രചരിച്ചപ്പോൾ അറബി ഭാഷയെക്കുറിച്ചറിയാത്ത അവർ ഖുർആൻ തെറ്റായി ഉച്ചരിക്കാൻ തുടങ്ങിയപ്പോൾ അങ്ങനെ ഭാഷാ പരിജ്ഞാനമില്ലാത്തവരെ ഉദ്ദേശിച്ചുകൊണ്ട് അവർക്ക് തെറ്റുകൂടാതെ ഖുർആൻ പാരായണം ചെയ്യാൻ വേണ്ടിയിട്ടാണ് പിന്നീട് ഖുർആനിൽ ഈ വഖഫിൻ്റെ അടയാളങ്ങളും പുള്ളിയും കുത്തും ഫത്തുഹും കിസ്റും ദമ്മും ഒക്കെ ഇടാൻ തുടങ്ങിയത്. അതൊക്കെ സഹാബത്തിൻ്റെ ഒക്കെ കാലശേഷമാണ്. ഉമവി ഗവർണറായിരുന്ന ഉമവി ഭരണ ഖലീഫമാരുടെ കുഫ ഗവർണറായിരുന്ന ഹജ്ജാജ് ഇബ്നു യൂസുഫാണ് പരിശുദ്ധ ഖുർആനിൽ പുള്ളിയും കുത്തും ഹർക്കത്തുകളൊക്കെ ഇടാൻ വേണ്ടി ഉത്തരവിട്ടത്. അതിൻ്റെ കാരണം ഈ കുഫ ഗവർണറേറ്റിൻ്റെ കീഴിലായിരുന്നു അനറബ് പ്രദേശങ്ങളായ ഇറാൻ, അതുപോലെ തന്നെ അസർബൈജാൻ, അഫ്ഗാനിസ്ഥാൻ, കസാക്കിസ്ഥാൻ മുതലായ മധ്യേഷ്യൻ രാജ്യങ്ങളുണ്ടായിരുന്നു. അവിടങ്ങളിലുള്ളവരൊക്കെ ഇസ്ലാം സ്വീകരിച്ചു. അവരൊന്നും അറബികളായിരുന്നില്ല. അവർ തെറ്റായി ഖുർആൻ ഉച്ചരിക്കാൻ തുടങ്ങി. അപ്പോൾ അവരുടെ സൗകര്യാർത്ഥമാണ് ഈ സംഗതികളൊക്കെ ഏർപ്പാടാക്കിയത്. ഹജ്ജാജ് ഇബ്നു യൂസുഫ് ഉമവിയ ഖലീഫ കുഫ ഗവർണർ ഉമവിയ ഖലീഫമാരുടെ കുഫ ഗവർണറായിരുന്ന ഹജ്ജാജ് ഇബ്നു യൂസുഫാണ് ഈ പരിഷ്കാരങ്ങളൊക്കെ നടപ്പാക്കിയത്. അപ്പോൾ ഈ അലാമാത്തുൽ വഖഫിൻ്റെ ഉദ്ദേശം പരിശുദ്ധ ഖുർആനിൻ്റെ അർത്ഥഭംഗം സംഭവിക്കാതിരിക്കുക, അർത്ഥലോഭം സംഭവിക്കാതിരിക്കുക, വിപരീതാർത്ഥം ഉണ്ടാവാതിരിക്കുക, ഈ വക ഉദ്ദേശങ്ങളോടുകൂടിയാണ് ഈ അടയാളങ്ങൾ നൽകിയിട്ടുള്ളത്. നമുക്ക് അതിലേക്ക് പ്രവേശിക്കാം. ഒന്നാമതായി അവിടെ മീം കാണാം. റൈറ്റ് സൈഡിൽ മീം. മീം എന്നാൽ വഖഫ് ലാസിം. മീം കണ്ടാൽ അവിടെ നിർത്തൽ നിർബന്ധമാണ്. ഈ മീം കണ്ടു കഴിഞ്ഞാൽ അവിടെ വഖഫ് ചെയ്യൽ നിർബന്ധമാകുന്നു. നാം ഉദാഹരണം കാണുമ്പോൾ വ്യക്തമാകും. അടുത്തത് ലാ എന്ന് കാണുകയാണെങ്കിൽ വഖഫ് ലാ യജൂസ്. അവിടെ വഖഫ് ചെയ്യാൻ പാടില്ല, നിർത്താതെ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് ഓതണം. അഥവാ നമുക്ക് ശ്വാസം തിങ്ങിയിട്ട് അവിടെ നിർത്തേണ്ടി വന്നാൽ രണ്ടാമത് പുറകിൽ നിന്ന് എടുത്ത് ഓതേണ്ടതാണ്. അടുത്തത് മൂന്നാമത്തേത് ജീം. ജീം എന്നാൽ അവിടെ നിർത്താം, നിർത്താതെ ഓതുകയും ചെയ്യാം. രണ്ടും ജായിസാണ്.
ഒരാൾക്ക് ശ്വാസം തിങ്ങുന്നുണ്ട്, അയാൾക്ക് അവിടെ നിർത്താം. ഒരാൾക്ക് ശ്വാസം തിങ്ങുന്നില്ല, എന്നാൽ തുടർന്ന് ഓതുകയും ചെയ്യാം. രണ്ടിനും ഈക്വൽ പ്രിയോറിറ്റിയാണ്. അടുത്തത് നാലാമത്തേത് സ്വിലെ. സ്വിലെ എന്നാൽ ഇത് കാണുന്നിടത്ത് നിർത്താതെ തുടർന്ന് ഓതുകയാണ് ഉത്തമം. എന്നാൽ ഒരാൾക്ക് ശ്വാസം തിങ്ങുന്നുണ്ട്, എന്നാൽ അവിടെ നിർത്താം. ഇനി അവിടെ ശ്വാസം തിങ്ങിയില്ല, മുന്നോട്ട് പോയാൽ ആയത്ത് അവസാനിക്കുന്നതിന് മുൻപ് അല്ലെങ്കിൽ മറ്റൊരു വഖഫിൻ്റെ അടയാളം വരുന്നതിൻ്റെ മുമ്പ് അയാൾക്ക് നിർത്തേണ്ടി വരും, എങ്കിൽ ഇവിടെ നിർത്താം. അപ്പോൾ തുടർന്ന് ഓതാൻ കഴിയുന്നവരെ സംബന്ധിച്ചിടത്തോളം കണ്ടിന്യൂ ചെയ്യലാണ് ബെറ്റർ. ഇതാണ് സ്വിലെ എന്നാൽ. ഇപ്പോൾ മത്സരത്തിൽ ഇതിലേതെങ്കിലും കാണിച്ചു കഴിഞ്ഞാൽ, മീം കാണിച്ചാൽ നിർത്തൽ നിർബന്ധം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ലാ എന്നതാണ് ചോദ്യമെങ്കിൽ അവിടെ നിർത്താൻ പാടില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ജീം എന്നതാണ് നിങ്ങളോട് ചോദിക്കുന്നതെങ്കിൽ അവിടെ നിർത്താം, കണ്ടിന്യൂ ചെയ്യുകയും ചെയ്യാം, ഇത് പറഞ്ഞാൽ മാർക്ക് ലഭിക്കും. സ്വിലെ എന്നാൽ തുടർന്നോതലാണ് ഉത്തമം എന്നാണ് പറയേണ്ടത്. അടുത്തത് അവിടെ അടുത്തതുള്ളത് കിലെ. കിലെ കിലെ എന്നാൽ അവിടെ നിർത്താതെ ഓതാം, പക്ഷെ അവിടെ നിർത്തലാണ് ഉത്തമം. നമ്മൾ സ്വിലെ കണ്ടില്ല, അതിൻ്റെ നേരെ ഓപ്പോസിറ്റ്. സ്വിലെ എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂ ചെയ്യലാണ് ബെറ്റർ. കിലെ എന്നാൽ സ്റ്റോപ്പ് ചെയ്യലാണ് ബെറ്റർ. അടുത്തത് ഇങ്ങനെ 3 ഡോട്ട്സ്. ഈ 3 ഡോട്ട്സ് വരുമ്പോൾ എപ്പോഴും ഇരട്ടയായിട്ടേ വരൂ. 3 ഡോട്ട്സ് ഒരിടത്ത് വന്നാൽ അതിൻ്റെ അധികം അകലെയല്ലാതെ 3 ഡോട്ട്സും കൂടെ ഉണ്ടാവും. ഒരിക്കലും ഇതൊറ്റയ്ക്ക് വരില്ല. ഇത് ഖുർആനിൽ വളരെ കുറച്ചേ ഉള്ളൂ, വളരെ 5ൽ താഴെ മാത്രമേ ഇതുള്ളൂ. സൂറത്തുൽ ബഖറ തുടങ്ങുന്ന ഇടത്ത് തന്നെ ഇത് കാണാൻ സാധിക്കും. ഇത് വന്നാൽ അതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ, അതിൽ ആദ്യത്തെ സ്ഥലത്ത് നിർത്തിയാൽ രണ്ടാമത്തെ സ്ഥലത്ത് നിർത്തരുത്. ആദ്യത്തെ സ്ഥലത്ത് നിർത്തിയിട്ടില്ലെങ്കിൽ രണ്ടാമത്തെ സ്ഥലത്ത് നിർത്താം, അഥവാ രണ്ടാലിടത്ത് മാത്രമേ നിർത്താവൂ. രണ്ടാലിടത്ത് നിർത്തൽ നിർബന്ധമാണോ? അല്ല. രണ്ടിടത്തും നിർത്താതെ ഓതണമെങ്കിൽ ഓതാം, പക്ഷെ ഒരിടത്ത് നിർത്തിയാൽ മറ്റേ സ്ഥലത്ത് നിർത്തരുത്. ഇതാണ് അതിൻ്റെ ഉദ്ദേശം. ഇനി സീൻ കാണാം. സീൻ എന്നാൽ സക്കത്ത, സൈലന്റ് ആകുക എന്നാണ്. സക്കത്ത ലത്തീഫ, ഒരു ഏതാനും സെക്കൻഡ് സൈലന്റ് ആവുക, നിശബ്ദനായിക്കൊണ്ട് പിന്നീട് തുടർന്നോതുക. എന്നാൽ അവിടെ വഖഫ് ചെയ്യുന്നില്ല. നമ്മൾ വഖഫ് ചെയ്യുന്നതും സക്കത്തയാക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം, വഖഫ് ചെയ്യുമ്പോൾ നമ്മൾ ശ്വാസോച്ഛ്വാസം ചെയ്യും, സക്കത്തയാക്കുമ്പോൾ ശ്വാസോച്ഛ്വാസം ചെയ്യുകയില്ല, ചെയ്യാൻ പാടില്ല. നമ്മളൊന്ന് സൈലന്റ് ആകുന്നു, അതേ ശ്വാസത്തിൽ തുടർന്നോതും. ഇനി നമുക്ക് ഇതിൻ്റെ ഉദാഹരണങ്ങളിലേക്ക് പ്രവേശിക്കാം. ഓക്കെ, ഇപ്പം നമ്മൾ മീമിൻ്റെ ഉദാഹരണമാണ് വരാൻ പോകുന്നത്. മീം വഖഫ് ലാസിം, നിർത്തൽ നിർബന്ധമാണ്. സൂറത്ത് യാസീനിലെ ഒരായത്താണ് ഇവിടെ ഉദാഹരണമായി നൽകിയിട്ടുള്ളത്. فلا يحزنك قولهم إنا نعلم ما يسرون وما يعلنون. فلا يحزنك قولهم إنا نعلم ما يسرون وما يعلنون. فلا يحزنك قولهم അവിടെ നിർത്തിയേ തീരൂ, കണ്ടിന്യൂ ചെയ്യാൻ പാടില്ല. അടുത്തത് പെട്ടെന്ന് നമ്മുടെ സമയം തീരാൻ പോവുകയാണ്. അടുത്തത് ലാ, ഇതിൻ്റെ ഉദാഹരണം ഞാൻ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. الذين ينفقون أموالهم في سبيل الله ثم لا يتبعون ما أنفقوا منا ولا أذى لهم
أذن لهم أجرهم عند ربهم ولا خوف عليهم ولا هم يحزنون. അവിടെ കണ്ടോ? ثم لا يتبعون ما أنفقوا منا ولا أذى لهم أجرهم ولا أذى. അവിടെ ലാ വന്നു, അവിടെ നിർത്താൻ പാടുള്ളതല്ല. ഇനി അഥവാ ഒരാൾക്ക് ശ്വാസം തിങ്ങി നിർത്തുകയാണെങ്കിൽ ഇങ്ങനെ ثم لا يتبعون ما أنفقوا منا ولا أذى. എന്നാൽ منا ولا أذى لهم أجرهم عند ربهم ولا خوف. രണ്ടാമത് പുറകുന്ന് എടുത്തിട്ട് ഓതേണ്ടതുണ്ട്. അടുത്ത ഉദാഹരണം, അടുത്ത ജീമിന്റെ ഉദാഹരണമാണ്. ജീമ് പരിശുദ്ധ ഖുർആനിൽ ധാരാളം കാണുന്നതാണ്. അവിടെ നിർത്താം, തുടർന്ന് ഓതുകയും ചെയ്യാം. രണ്ട് നിലക്കും ഞാൻ പാരായണം ചെയ്യാം. وأن يعبدوني هذا صراط مستقيم وأن يعبدوني هذا صراط مستقيم. ഇതിപ്പോൾ കണ്ടിന്യൂ ചെയ്തു. ഇനി وأن يعبدوني هذا صراط مستقيم. അവിടെ നിർത്തിയിട്ട് ഓതുകയും ചെയ്യാം. അപ് ടു യു, ഈക്വൽ പ്രയോറിറ്റിയാണ്. ഓക്കെ, അടുത്തത് ഇനിയുള്ളത് സ്വിലെ. ഈ സ്വിലയും ഖുർആനിൽ വളരെ കൂടുതൽ കാണും. ഇത് വന്നു കഴിഞ്ഞാൽ അവിടെ കണ്ടിന്യൂ ചെയ്യലാണ് ബെറ്റർ. ഞാൻ രണ്ട് നിലക്കും ഓതാം. قيل ادخل الجنة قال يا ليت قومي يعلمون. قيل ادخل الجنة قال يا ليت قومي يعلمون. ഇപ്പോൾ ബെറ്റർ ഓപ്ഷനാണ് നമ്മൾ ഫോളോ ചെയ്തത്. എന്നാൽ ഒരാൾക്ക് ശ്വാസം തിങ്ങുകയാണ്. ഇപ്പം ഈ ആയത്ത് ചെറുതാണ്, പക്ഷെ അത് വലിയ വലിയ ആയത്തിൻ്റെ ഇടയിൽ വരും. അപ്പോൾ ശ്വാസം തിങ്ങുകയാണെങ്കിൽ قيل ادخل الجنة قال يا ليت قومي يعلمون. قيل ادخل الجنة قال يا ليت قومي يعلمون. അങ്ങനെ വഖഫ് ചെയ്തും ഓതാവുന്നതാണ്. പക്ഷേ സാധിക്കുന്നിടത്തോളം ബെറ്റർ ഓപ്ഷൻ ഫോളോ ചെയ്യുകയാണ് വേണ്ടത്. ഓക്കെ, അടുത്തത് ഇനി ഖിലെ. ഇപ്പം ആ പറഞ്ഞതിൻ്റെ നേരെ ഓപ്പോസിറ്റ്. അവിടെ കണ്ടിന്യൂ ചെയ്യലായിരുന്നു ബെറ്റർ, ഇവിടെ സ്റ്റോപ്പ് ചെയ്യലാണ് ബെറ്റർ. ويزيد الله الذين اهتدوا هدى والباقيات الصالحات خير عند ربك ثوابا خير عند ربك ثوابا وخير مردا. ويزيد الله الذين اهتدوا هدى والباقيات الصالحات خير عند ربك ثوابا وخير مردا. صدق الله العظيم. അവിടെ വഖഫ് ചെയ്യലാണ് ബെറ്റർ. ആ ബെറ്റർ ഓപ്ഷനാണ് നാം ഫോളോ ചെയ്തത്. അതൊരിക്കലും കണ്ടിന്യൂ ചെയ്യാൻ ശ്രമിക്കരുത്. കാരണം കണ്ടിന്യൂ ചെയ്യാൻ നിർബന്ധിതാവസ്ഥയൊന്നുമില്ലല്ലോ. നമ്മളിപ്പോൾ സിലയുള്ളടുത്ത് നിർത്തുക എന്ന് പറഞ്ഞാൽ നമുക്ക് ശ്വാസം തിങ്ങിയാൽ അവിടെ നിർത്തണം. ഇവിടെ അങ്ങനെയുള്ള പ്രശ്നമൊന്നുമില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ ഇവിടുത്തെ ബെറ്റർ ഓപ്ഷൻ തന്നെ ഫോളോ ചെയ്യുക. അടുത്തത് ഈ സംഗതി, ഇത് ഖുർആനിൽ വളരെ കുറച്ചേ വന്നിട്ടുള്ളൂ. ഇത് സൂറത്തുൽ ബഖറയുടെ 2-ാമത്തെ ആയത്തിൽ തന്നെ ദാലികൽ കിതാബു ലാ റൈബ് അവിടെ വന്നിട്ടുണ്ട്. അവിടെ നിർത്തി. എന്നാൽ
ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. ഫീഹി എന്നിടത്ത് നിർത്താൻ പാടില്ല. എന്നാൽ ذلك الكتاب لا ريب فيه هدى للمتقين. ആദ്യത്തെ സ്ഥലത്ത് നിർത്തിയില്ലേ, എന്നാൽ രണ്ടാമത്തെ സ്ഥലത്ത് നിർത്താം. ഇനി ذلك الكتاب لا ريب فيه هدى للمتقين. രണ്ടിടത്തും നിർത്തുന്നില്ലേ, ഒരു കുഴപ്പമില്ല, അവിടെ നിർത്തൽ നിർബന്ധമല്ല. അപ്പം മനസ്സിലാക്കാൻ ആകെ ഒന്നേ ഉള്ളൂ, ആ 2 ഡോട്ട്സ് അത് ഇരട്ടയായിട്ടേ വരൂ, അതിൽ ഒരിടത്തെ നിർത്താൻ പാടുള്ളൂ, രണ്ടിടത്തും നിർത്തൽ നിർബന്ധവുമല്ല. ഇതോടുകൂടി നാം വഖഫിൻ്റെ നിയമങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഇനിയുണ്ടോ, ബാക്കിയുണ്ടോ? ഓക്കെ, സീൻ അവസാനത്തേത്. സീൻ എന്നാൽ സക്കത്ത, സൈലന്റ് ആകുക എന്നതാണ്. വഖീല മൻ റാഖ്, വഖീല മൻ റാഖ്, മൻ എന്ന് ഉച്ചരിച്ച ശേഷം ഒന്ന് സൈലന്റ് ആവുക ഏതാനും സെക്കൻഡ്. എന്നാൽ ശ്വാസം വിടാൻ പാടില്ല. നാം പാരായണം ചെയ്ത അതേ ശ്വാസത്തിൽ തന്നെ ആയത്ത് പൂർത്തീകരിക്കണം. വഖീല മൻ റാഖ്, ഇത് സൂറത്തുൽ ഖിയാമയിലെ ഉദാഹരണമാണ്. ഇത് തന്നെ സൂറത്തുൽ മുത്തഫിഫീനിലുണ്ട്. കല്ലാ ബൽ റാന അലാ ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ. കല്ലാ ബൽ റാന അലാ ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ. ഇതും പരിശുദ്ധ ഖുർആനിൽ വളരെ കുറച്ചേ വന്നിട്ടുള്ളൂ, 4 or 5 മാത്രമാണ് ഖുർആനിൽ ഈ സക്കത്ത ഉള്ളത്. ഇനി ഇപ്പോൾ നാം അലാമാത്തുൽ വഖഫ് പഠിച്ചു കഴിഞ്ഞു. പക്ഷേ അലാമാത്തുൽ വഖഫിൻ്റെ വിഷയത്തിൽ പറയാനുള്ളത്, നമ്മളിപ്പോൾ ലോകത്തെ ഏറ്റവും കൂടുതൽ പ്രചാരത്തിലുള്ള മുസാഫ് സൗദി അറേബ്യയിലെ മദീനയിലുള്ള കിങ് ഫഹദ് ഖുർആൻ പ്രിന്റിംഗ് പ്രസ്സിൽ നിന്ന് അച്ചടിച്ചിട്ടുള്ള മുസാഫുകളാകുന്നു. ലോകത്തെ ഏറ്റവും കൂടുതൽ മുസാഫുകൾ അച്ചടിച്ചു കൊണ്ടിരിക്കുന്ന പ്രിന്റിംഗ് പ്രസ്സും അത് തന്നെയാണ്. ഹജ്ജിനും ഉംറയ്ക്കൊക്കെ പോകുന്നവർ മദീനയിൽ ചെല്ലുമ്പോൾ ആ പ്രസ് സന്ദർശിക്കാറുണ്ട്. ഞാനത് ഒന്നിലധികം പ്രാവശ്യം സന്ദർശിക്കുകയുണ്ടായി. കോടിക്കണക്കിന് മുസാഫുകളാണ് അവിടെ അച്ചടിച്ചിട്ടുള്ളത്. വർഷം പ്രതി മില്യൺ കണക്കിന് മുസാഫുകൾ അവിടെ അച്ചടിക്കുന്നു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഹജ്ജിന് വരുന്ന 20-25 ലക്ഷം ഹാജിമാർക്കൊക്കെ സൗജന്യമായി അതോരോന്ന് നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. കൂടാതെ ഉംറയ്ക്ക് പോകുന്നവർക്കും സൗജന്യമായി കൊടുക്കാറുണ്ട്. പിന്നെ മക്കയിലും മദീനയിലും പോകുമ്പോൾ അവരൊക്കെ കാശ് കൊടുത്തുകൊണ്ട് വാങ്ങുന്നതും ഈ മുസാഫുകൾ തന്നെയാണ്. അതുകൊണ്ട് ലോകത്തുടനീളം ഏറ്റവും പ്രചാരമുള്ള മുസാഫ് ഈ മദീനയിലെ കിങ് ഫഹദ് ഖുർആൻ പ്രിന്റിംഗ് പ്രസ്സിൽ നിന്ന് അച്ചടിക്കുന്നവയാണ്. അതിൽ വരുന്ന അടയാളങ്ങളാണ് ഇപ്പം നമ്മൾ വിവരിച്ചത്. അതേസമയത്ത് നമ്മുടെ നാട്ടിൽ പാകിസ്ഥാനിലൊക്കെ പ്രിന്റ് ചെയ്ത മുസാഫുകളുണ്ട്. അതുപോലെ തന്നെ ബൈറൂത്തിൽ നിന്നും ഈജിപ്തിൻ്റെ തലസ്ഥാനമായ കൈറോയിൽ നിന്നൊക്കെ പ്രിന്റ് ചെയ്യുന്ന മുസാഫുകളിൽ വേറെയും അടയാളങ്ങൾ കാണാൻ സാധിക്കും. പക്ഷെ നമുക്ക് പഠിക്കുമ്പോൾ ഏതെങ്കിലും ഒന്ന് ബേസ് ചെയ്ത് മാത്രമേ പഠിക്കാൻ പറ്റൂ. അതുകൊണ്ട് ഈ കൂടുതൽ പ്രചാരത്തിലുള്ള, ഒരുപക്ഷെ നമ്മുടെയൊക്കെ വീടുകളിൽ കൂടുതലായി ഉപയോഗിക്കുന്ന മുസാഫ് എന്ന നിലക്ക് ഈ സൗദി പ്രസ്സുകളിൽ അച്ചടിച്ച മുസാഫിലെ അലാമാത്തുകൾ മാത്രമാണ് നമ്മളിവിടെ വിവരിച്ചിട്ടുള്ളത്. നമ്മുടെ മത്സരങ്ങളിൽ ചോദിക്കുകയും ഈ അലാമാത്തുൽ വഖഫിനെ കുറിച്ച് മാത്രമാണ്. ഇനി വളരെ കുറഞ്ഞ ദിവസമേ ഉള്ളൂ, 2-3 ദിവസം കഴിഞ്ഞാൽ നമ്മുടെ മത്സരം ആരംഭിക്കുകയാണ്. ജൂൺ 1-ാം തീയതി മുതൽ മത്സരം ആരംഭിക്കും. കാറ്റഗറി 2 വിഭാഗത്തിൻ്റേത് ജൂൺ 1-ന് തന്നെ ആരംഭിക്കുകയാണ്. അവരോടൊക്കെ അന്ന് മുതൽ ചോദ്യങ്ങൾ ചോദിക്കാനുള്ളതാണ്. അതുകൊണ്ട് ഈ നിയമങ്ങൾ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുക. ഇന്നത്തെ പാഠം നാളെ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുന്നതാണ്. ഇതിൻ്റെ മുൻപത്തെ 3 പാഠങ്ങൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ കേട്ടുകൊണ്ട് നന്നായിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ട് മത്സരത്തിൽ പങ്കെടുക്കാൻ ശ്രമിക്കുക. അതോടൊപ്പം നിരന്തരം റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആൻ അതിൻ്റെ തജ്വീദ് നിയമങ്ങളോടുകൂടി പഠിക്കുവാനും
അതിൻ്റെ പാരായണത്തിൽ പ്രാവീണ്യം നേടിക്കൊണ്ട് ആദരണീയരായ മലക്കുകളോടൊപ്പമാണ് സ്ഥാനം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആ ഖുർആൻ പാരായകന്മാരുടെ കൂട്ടത്തിൽ നമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് നിങ്ങളിൽ ഉത്തമന്മാർ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അത്തരം ഉത്തമന്മാരുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സർവോപരി നാളെ പാരത്രിക ലോകത്ത് സ്വർഗത്തിൽ പ്രവേശിച്ച ശേഷം അവരോട് ഇഖ്റ വർത്തഖി, പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുക. അങ്ങനെ ഓരോ ആയത്തുകൾ പാരായണം ചെയ്യുമ്പോൾ സ്വർഗത്തിൻ്റെ ഓരോ പടവുകൾ പദവികൾ കയറിപ്പോകുക എന്ന് പറയപ്പെടുന്ന, അങ്ങനെ ഓരോ ആയത്തുകൾ പാരായണം ചെയ്യുമ്പോഴും സ്വർഗത്തിൻ്റെ ദറജകൾ പദവികൾ ഉയർന്നുയർന്നു പോയിക്കൊണ്ട് അത്യുന്നത സ്വർഗത്തിൽ എത്തിപ്പെടുന്ന മഹാസൗഭാഗ്യന്മാരുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഓരോ ആയത്തുകൾ പാരായണം ചെയ്യുമ്പോൾ കയറിപ്പോകുന്ന ഈ പദവികൾ തമ്മിലുള്ള, ഈ പടവുകൾ തമ്മിലുള്ള അന്തരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഭൂമിയും ആകാശവും തമ്മിലുള്ള അന്തരമാണ്. ഒരായത്ത് പാരായണം ചെയ്യുമ്പോൾ നാം ഈ ഭൂമിയിൽ നിന്ന് ആകാശലോകത്തോളം ഈ അള്ളാഹുവിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ സ്വർഗത്തിൽ ഉയർന്നു പോകുകയാണ്. അത്തരം സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ, ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. وصلى الله تعالى وسلم على خير خلقه النبي الأمي وعلى آله وصحبه وسلم. മീറ്റിംഗ് ക്ലോസ് ചെയ്യാൻ വരട്ടെ. ഞാൻ മെസ്സേജുകൾ നോക്കട്ടെ, ഏതെങ്കിലും മെസ്സേജുകൾ നോട്ട് ചെയ്യേണ്ടതുണ്ടെങ്കിൽ നോക്കട്ടെ. ഓക്കെ, ശരി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.